വീട്ടിലേക്ക് തിരിഞ്ഞതും ഉമ്മറത്ത് തന്നെ അച്ഛനും അമ്മയും ഇരിക്കുന്നുണ്ട്. എനിക്കെന്തോ പേടി തോന്നി. കിച്ചേട്ടൻ്റെ ഒപ്പം വന്നതിൽ എന്നെ ചീത്ത പറയൂ എന്ന് കരുതി. നീ തനിച്ചു വരുമെന്ന് കരുതിയിരിക്കുമായിരുന്നു. എന്നെ കണ്ടതും അമ്മ പറഞ്ഞു. ഞാൻ അമ്മയെ കൂർപ്പിച്ചൊരു നോട്ടം നോക്കി. ഞാൻ വരുന്ന വഴി തനിയെ വരുന്നത് കണ്ടപ്പോൾ കയറ്റിയതാ. കിച്ചേട്ടൻ പറഞ്ഞതിന് അമ്മയൊന്ന് ചിരിച്ചു. അച്ഛനും. കിച്ചേട്ടൻ അവരോട് വർത്താനം പറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ നേരെ മുറിയിലേക്ക് പോയി. ബാഗും അവിടെ വെച്ച് കുറച്ചു നേരം ബെഡിൽ കിടന്നു. അപ്പുറത്തെ മുറിയിൽ നിന്ന് 5 പഠിക്കുന്ന ശബ്ദം കേൾക്കാനുണ്ട്. നിന്നെ ഗീതേച്ചി അന്വേഷിക്കുന്നുണ്ടായി. അപ്പച്ചി എന്നെ അന്വേഷിക്കുന്നുണ്ടായി എന്ന് അമ്മ പറഞ്ഞു കേട്ടതും നിമിഷ നേരം കൊണ്ട് ഞാൻ അവിടെ എത്തിയിരുന്നു. ഹാളിൽ തന്നെ അമ്മാവൻ TV കാണുന്നുണ്ട്. ഈ വാർത്തയൊന്ന് മാറ്റിപ്പിടിക്കേണ്ട മഹാദേവ. അമ്മാവൻ്റെ മീശയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇതൊക്കെ കണ്ടാലേ അറിവ് വരുള്ളൂ എൻ്റെ അച്ചൂട്ടിയെ. അമ്മാവൻ എൻ്റെ കവിളിൽ പിച്ചിക്കൊണ്ട് പറഞ്ഞു. എന്നാ കണ്ടോ, ഇനി അറിവ് കിട്ടിയില്ലെന്ന് വേണ്ട. അതും പറഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് വിട്ടു. കാണാൻ കാത്തിരുന്ന ആളിതാ അടുക്കളയിൽ സ്ലാബിൽ കയറിയിരിക്കുന്നു. ഞാൻ ചെന്ന് അപ്പച്ചിയുടെ അടുത്ത് നിന്നു. എന്തിനാ എന്നെ അന്വേഷിച്ചേ? അപ്പച്ചിയോട് ഞാൻ ചോദിച്ചു. വെറുതെ. കണ്ണേട്ടൻ എവിടെയാ അപ്പച്ചി? ഞാൻ ചുറ്റുമൊന്ന് നോക്കിയിട്ട് ചോദിച്ചു. അവൻ ആരെയോ കാണാൻ പോയേക്കാ. അപ്പച്ചി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. വേസ്റ്റ് കളയാൻ പോവാണ്. പഠിപ്പ് കഴിഞ്ഞോ? അപ്പച്ചി താഴേക്ക് ഇറങ്ങിയതും കിച്ചേട്ടൻ എന്നോട് ചോദിച്ചു. ഞാൻ കഴിഞ്ഞെന്ന് തലയാട്ടി കാണിച്ചു. റിസൾട്ട് വരുമ്പോൾ അറിയാം ജയിക്കോ പൊട്ടുവെന്ന്. കിച്ചേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ ആളുടെ വയറ്റിൽ നോക്കി ഒരു കുത്തു വെച്ച് കൊടുത്തു. ഞാൻ ജയിക്കും. അതും പറഞ്ഞ് ഹാളിലേക്ക് പോയി അമ്മാവൻ്റെ അടുത്തിരുന്ന് TV കണ്ടു. പിന്നെ അവിടുന്ന് ഫുഡും തട്ടിയിട്ടാണ് വീട്ടിലേക്ക് കയറിയത്. കഴിക്കുന്നില്ലേ നീയെ? എന്നെ കണ്ടതും അമ്മ ചോദിച്ചു. ഞാൻ കഴിച്ചു. ഇനി കുറച്ച് പഠിക്കാനുണ്ട്. അതും പറഞ്ഞ് മുറിയിലേക്ക് കയറിയതും അമ്മ എന്തോ പറയുന്നത് കേട്ടിരുന്നു. പഠിക്കാനിരിക്കുന്ന മുറിയിൽ കയറി ഡയറി എടുത്ത് എഴുതാൻ തുടങ്ങി. ഓരോ ദിവസത്തെ വിശേഷങ്ങൾ എഴുതിയില്ലേ ഒരു സുഖവും ഇല്ല. ഇന്ന് രാവിലെ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് കിച്ചേട്ടനെ കണ്ടത്. നീല ഷർട്ടും ബ്ലാക്ക് ജീൻസൊക്കെ ഇട്ട് ചുള്ളനായിട്ട്. എന്നെ കണ്ടപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നു. ആള് തൃശ്ശൂർക്ക് പോവാണെന്ന് പറഞ്ഞു. ബൈക്ക് എടുക്കാനാണത്രേ. എൻ്റെ കൂടെ എൻ്റെ ബസ്സിലാണ് വന്നത്. സ്റ്റോപ്പ് വരെ ആളുടെ കൂടെയാണ് നടന്നത്. എന്തോ ഒരു സന്തോഷം തോന്നി എനിക്ക്. ബസ്സിൽ കയറിയപ്പോൾ ഞാൻ മുന്നിലും ആള് പിന്നിലും. പക്ഷേ ബസ്സല്ലേ, നല്ല തിരക്കും. ഞാൻ പിന്നിലെത്തി. ആരോ എന്നെ തോണ്ടി ബാഗ് മടിയിൽ വെക്കാമെന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ദായിരിക്കുന്ന കിച്ചേട്ടൻ. കുറച്ച് കഴിഞ്ഞതും കിച്ചേട്ടൻ്റെ അടുത്തിരുന്ന ആള് എഴുന്നേറ്റ് പോയി. പിന്നെ എന്നോട് ഇരുന്നോളാൻ പറഞ്ഞു. കിച്ചേട്ടൻ്റെ ഒപ്പം ഇരിക്കാമെന്ന് വെച്ച് ഞാൻ വിൻഡോ സീറ്റിലേക്ക് കയറിയിരുന്നു. ആളോട് ചേർന്ന് ഒരു യാത്ര കൂടെ, അതും ബസ്സിൽ. വല്ലാത്തൊരു ഫീലിങ്സ് ആയിരുന്നു. വില കൂടിയ പെർഫ്യൂമിൻ്റെ ഗന്ധം മനം പിടിപ്പിക്കുന്ന പോലെ. എൻ്റെ സ്റ്റോപ്പ് എത്തിയതും കിച്ചേട്ടനോട് പറഞ്ഞ് ഞാൻ ഇറങ്ങി. ക്ലാസ്സിലെത്തിയതും ഒന്നിലും ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. മനസ്സ് മൊത്തം വേറെ എവിടെയോ. വീട്ടിലെത്തി ട്യൂഷന് പോകാൻ വൈകി. ഇന്നലെ കറങ്ങാൻ പോയ ക്ഷീണത്തിൽ ട്യൂഷൻ കട്ടാക്കി. ഇന്ന് പോയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് തിരക്കിട്ട് പോകുമ്പോഴാണ് കിച്ചേട്ടൻ ആളുടെ ബുള്ളറ്റ് കൊണ്ട് അരികിൽ നിർത്തിയേ. ട്യൂഷൻ ക്ലാസ്സിലാക്കാമെന്ന് പറഞ്ഞു. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നിപ്പോയി എനിക്ക്. നാട്ടുകാരെന്തെങ്കിലും പറയുമോ എന്നൊരു ഭയം എനിക്കുണ്ടായിരുന്നു. കാരണം കിച്ചേട്ടനെ അധികം ആർക്കും അവിടെ അറിയില്ലല്ലോ. കണ്ണേട്ടനായിരുന്നേൽ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ബൈക്കിൽ കയറി റോഡിൻ്റെ അവിടെ എന്നെയാക്കി തിരിച്ചു പോകുമെന്നാണ് കരുതിയത്. പക്ഷേ ട്യൂഷൻ വീടിൻ്റെ തൊട്ട് മുന്നിൽ കൊണ്ടാക്കി, അതും ബുള്ളറ്റിൽ. ഓഹ്, വല്ലാത്തൊരു സന്തോഷം തോന്നി. കൂട്ടുകാരികൾ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. അനീറ്റയാണെങ്കിൽ കിച്ചേട്ടനെ വായി നോക്കുന്നു. എനിക്ക് ദേഷ്യം വന്നു. തിരികെ പോകുമ്പോൾ തനിയെ പോകണമെന്ന് കരുതി റോഡിലേക്ക് വന്നപ്പോൾ കിച്ചേട്ടൻ നിൽക്കുന്നു. ആ വഴി പോയപ്പോൾ നിന്നതാണെന്ന് പറഞ്ഞു. പിന്നെ ഒന്നിച്ച് ആളുടെ ബുള്ളറ്റിലാണ് വന്നത്. രാത്രിയിൽ ഒരു ബുള്ളറ്റ് യാത്ര. വല്ലാത്തൊരു ഫീലിങ്സ്. ഈ യാത്ര കഴിയരുതേ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയി. വീട്ടിലെത്തിയപ്പോൾ അച്ഛനും അമ്മയും ഉമ്മറത്ത് നിൽക്കുന്നുണ്ട്. എന്തേലും പറയൂ എന്ന് കരുതി. കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആളുടെ കൂടെ ആയിരിക്കുമ്പോൾ വല്ലാത്തൊരു ഹാപ്പിനെസ് തോന്നുന്നുണ്ട്. എന്താണോ ആവോ എന്ന് സ്വന്തം അച്ചു. ഡയറി അടച്ചു വെച്ച് ഞാൻ കിടന്നു. നേരം വെളുത്ത് എഴുന്നേറ്റപ്പോൾ പുറത്ത് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഞാൻ എഴുന്നേറ്റ് മുഖം തുടച്ച് മുന്നിലേക്ക് നടന്നതും അവിടെ അഞ്ചു വാതിലിൽ നിന്ന് മുന്നിലേക്ക് നോക്കി നിൽക്കുന്നു. പിന്നെ ഞാനും പോയി നോക്കി. ഇതിവിടെ സ്ഥിരം കാഴ്ചയാണ്.
അമ്മയും അമ്മൂമ്മയുമാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ തല്ലിവിടെ നിർബന്ധമാണ്. ചിലപ്പോൾ രാത്രി നേരങ്ങളിലാവും, അല്ലെങ്കിൽ ഇതുപോലെ രാവിലെ നേരം വെളുക്കുമ്പോഴാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അമ്മൂമ്മയ്ക്ക് തല്ലുണ്ടാക്കണമെന്നൊരു ടെൻഡൻസി കയറും. എന്തേലുമൊക്കെ കുറ്റം കണ്ടുപിടിച്ച് അമ്മയുടെ മേലെ ചൊറിയാൻ വരും. അമ്മ തിരിച്ച് നല്ലത് അങ്ങോട്ട് പറയും. ഇന്ന് എന്താണാവോ കാരണം. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് അമ്മൂമ്മയും അച്ഛൻ്റെ അനിയനും താമസിക്കുന്നത്. ഇന്നെന്താ കാരണമെന്ന് അറിയാൻ വേണ്ടി ഞാൻ അഞ്ജുവിനെ തോണ്ടി. എന്താടി ഇന്നത്തെ കാരണം? ഞാൻ പുറത്തേക്ക് തലയിട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു. ആവോ, ഞാൻ ഈ ബഹളം കേട്ട് എഴുന്നേറ്റതാ, അവൾ പറഞ്ഞുകൊണ്ട് വീണ്ടും മുന്നിലേക്ക് നോക്കി. അമ്മയും അമ്മൂമ്മയും പുരിഞ്ഞ വഴക്ക് നടക്കുന്നുണ്ട്. അപ്പച്ചി അവർക്കിടയിൽ നിന്ന് മാറ്റാൻ നോക്കുന്നുണ്ട്. സ്ഥിരമാണിത്. അമ്മാവനും എൻ്റെ അച്ഛനും പേപ്പനും അവരുടെ വഴക്ക് നോക്കിക്കൊണ്ട് ഒരു മൂലയിൽ നിൽക്കുന്നു. അതിനപ്പുറം കുറച്ച് നീങ്ങി കണ്ണേട്ടൻ നിൽക്കുന്നുണ്ട്. ഞാൻ പതിയെ അവിടെ നിന്ന് ഇറങ്ങി കണ്ണേട്ടൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. ശുശു, ഞാൻ കണ്ണേട്ടനെ തോണ്ടി. കണ്ണേട്ടൻ ചുറ്റും നോക്കുകയാണ്. പിന്നെ എന്നെ കണ്ടതും എന്നെ നോക്കി. എന്താ സംഭവം? എപ്പോൾ തുടങ്ങി? മുന്നിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ കണ്ണേട്ടനോട് ചോദിച്ചു. എപ്പോൾ തുടങ്ങിയെന്നൊന്നും അറിയില്ല. ഈ ബഹളം കേട്ടാ ഞാൻ എഴുന്നേറ്റ് കുറച്ചു നേരമായി. കണ്ണേട്ടൻ മുന്നിലേക്ക് നോട്ടമിട്ടുകൊണ്ടാണ് പറഞ്ഞത്. അല്ലപ്പാ, എന്തോന്നാണ് കാരണമെന്ന് മനസ്സിലായോ? മുന്നിലേക്ക് നോട്ടമിട്ടുകൊണ്ട് നിൽക്കുന്ന കണ്ണേട്ടനോട് ഞാൻ ചോദിച്ചു. ഓഹ്, എന്തോ തേങ്ങയോ മാങ്ങയോ അങ്ങനത്തെ എന്തോ കാര്യമാണ്. കണ്ണേട്ടൻ പറഞ്ഞതും ഞാൻ മുന്നിലേക്ക് നോക്കി. എന്താ ഇവിടെ? പിന്നിലേക്ക് നോക്കിയപ്പോഴാണ് കിളി പറത്തി നിൽക്കുന്ന കിച്ചേട്ടനെ ഞാൻ കണ്ടത്. ആൾക്ക് ഈ സംഭവവിഹാസം അറിയില്ലല്ലോ. ആളുടെ കോലം കണ്ട് എനിക്ക് ചിരി വന്നു. ഒരു കാവിമുണ്ടാണ് ഉടുത്തിരിക്കുന്നത്, ഒരു ബ്ലാക്ക് ലൂസ് ബനിയനും. ഇന്നലെ വൃത്തിയിലിരുന്ന മുടി ഇപ്പോൾ ഇരിക്കുന്നത് കണ്ടാൽ തന്നെ ചിരി വരും. ഒരുമാതിരി പശു നക്കിയ പോലെ. നടന്ന് ഞങ്ങൾക്കടുത്തേക്ക് വന്നു. ഇവരെന്തിനാ തല്ലുകൂടണേ? മുന്നിലേക്ക് നോക്കിക്കൊണ്ട് കിച്ചേട്ടൻ ചോദിച്ചു. ഇതിവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് കിച്ചേട്ടാ. ഞാൻ പറഞ്ഞതും കണ്ണേട്ടൻ അതേന്ന് തലയാട്ടി. കിച്ചേട്ടൻ എന്നെ ഒന്ന് നോക്കി, പിന്നെ മുന്നിലേക്കും. ഒരുവിധം അപ്പച്ചി അവരെ രണ്ടുപേരെയും രണ്ട് വഴിക്കാക്കി. ശേ, കുറച്ചുകൂടി വേണമായിരുന്നു, ഞാൻ മുന്നോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്ത്? കണ്ണേട്ടൻ ചോദിച്ചു. അല്ല, ഈ വഴക്കേ. ഞാൻ ചിരിച്ച് കാണിച്ചു. ക്ലാസ്സിൽ പോടി. കണ്ണേട്ടൻ ചീത്ത പറഞ്ഞതും ഒരൊറ്റ ഓട്ടത്തിന് വീട്ടിലെത്തി ഞാൻ. ഇന്ന് ടീച്ചേഴ്സ് ഏതോ മീറ്റിങ്ങിന് പോവാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് 10ാം ക്ലാസ് ബാച്ചിന് ക്ലാസ് ഇല്ല. അതുകൊണ്ട് തന്നെ നേരം വൈകിയാണ് എഴുന്നേറ്റത്. അമ്മ ഇത് എങ്ങോട്ട് പോവാ? റെഡിയായി നിൽക്കുന്ന അമ്മയെ നോക്കി ഞാൻ ചോദിച്ചു. അമ്മൂമ്മയെ കാണാൻ. ഞാനും വരട്ടെ? ഞാൻ അമ്മയോട് ചോദിച്ചു. വേണ്ട, ഒരു ദിവസം ലീവ് കിട്ടിയാൽ കറങ്ങാൻ നടന്നോണം. 2 അക്ഷരം പഠിക്കാൻ നോക്ക്. അമ്മയുടെ രൂക്ഷത്തോടെയുള്ള സംസാരം കേട്ടതും എനിക്ക് ദേഷ്യം വന്നു. അമ്മയോടുള്ള ദേഷ്യത്തിന് മുറിയിൽ കയറി ബുക്ക് എടുത്ത് നിവർത്തി വെച്ചു. ദേഷ്യത്തിൽ എടുത്തു വെച്ച പുസ്തകം ഞാനൊന്ന് നോക്കി. വാ, സൂപ്പർ, മാത്സ്. അപ്പോൾ തന്നെ ബുക്ക് അടച്ചു വെക്കാൻ നിന്നതും അമ്മയുടെ നോട്ടം കണ്ടതും ഏതോ ഒരു പേജ് തുറന്നു വെച്ചു. അപ്പോഴാണ് കിച്ചേട്ടൻ്റെ ബുള്ളറ്റ് സ്റ്റാർട്ടാവുന്ന ശബ്ദം. സന്തോഷം തോന്നി. ഉമ്രത്തേക്ക് പോകണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പോയാൽ അമ്മ എന്നെ ചൂലെടുത്ത് തല്ലും. റിസ്ക് എടുക്കണ്ട എന്ന് കരുതി അവിടെ തന്നെ ഇരുന്നു. ഞാൻ ഇറങ്ങുക. ഭക്ഷണം എടുത്ത് കഴിച്ചോണം. തെണ്ടിത്തിരിഞ്ഞ് നടക്കാതെ 2 അക്ഷരം ഇരുന്ന് പഠിക്കണം, കേട്ടല്ലോ? വെറുതെ പേജ് മറിച്ച് കളിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മ വന്ന് എന്നോട് പറഞ്ഞു. അത് കേട്ടതും പേജ് മടക്കിൽ നിർത്തി ഞാൻ അമ്മയെ നോക്കി. പറഞ്ഞത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ നോട്ടം കണ്ടതും അമ്മ ചോദിച്ചു. അമ്മയൊന്ന് നോക്കി ഉണ്ടെന്ന് തലയണയ്ക്ക് കാണിച്ചു. ഇപ്പോൾ ഈ തലയാട്ടലുള്ളൂ. ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങിക്കോളും. പറഞ്ഞിട്ട് കാര്യമില്ല. അതും പറഞ്ഞ് ഹാളിലെ കസേരയിൽ വെച്ചിരിക്കുന്ന ബാഗ് എടുത്ത് തോളിലിട്ട് കൊണ്ടു പോകുന്ന അമ്മയെ നോക്കി ഞാനിരുന്നു. പിന്നെ ആ പുസ്തകവും എടുത്ത് ഉമ്മറത്തേക്ക് നടന്നു. അമ്മ റോഡ് കടന്നോ എന്ന് നോക്കാനാണ്. എങ്ങാനും അമ്മ എന്നെ കണ്ടാൽ അതിനാണ് പുസ്തകവും കയ്യിൽ പിടിച്ച് വന്നത്. അമ്മ റോഡ് കടന്ന് ഏതോ ഒരു ചേച്ചിയോട് സംസാരിച്ച് ജംഗ്ഷനിലേക്ക് നടക്കുന്നത് കണ്ടു. അപ്പോൾ തന്നെ അകത്തേക്കൂടി. കയ്യിലിരുന്ന പുസ്തകം ഹാളിലെ മേശയിൽ എറിഞ്ഞുകൊണ്ട് ചാർജിനിട്ട ഫോണും എടുത്ത് വാതിലെല്ലാം അടച്ച് ഉമ്മറത്തെ വാതിൽ കുറ്റിയിട്ട് നേരെ അപ്പച്ചിയുടെ അടുത്തേക്ക് ഓടി. അപ്പച്ചി! അടുക്കളയിലേക്ക് കയറിക്കൊണ്ട് വിളിച്ചു കൂവി. ആ, വന്നല്ലോ. ക്ലാസ്സില്ലേ ഇന്ന്? ഇല്ല അപ്പച്ചി, ടീച്ചേഴ്സിന് എന്തോ മീറ്റിങ്ങിന് പോയേക്കാ. പറയുന്നതിനിടയിൽ അടച്ചു വെച്ചിരുന്ന പാത്രങ്ങൾ ഓരോന്നായി പൊന്തിച്ചും നോക്കി. ഇഡ്ഡലിയും സാമ്പാറും. ഒരു പാത്രം തുറന്നു നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു.
അപ്പച്ചി അപ്പോൾ തന്നെ ഒരു പ്ലേറ്റ് എടുത്ത് എനിക്ക് വിളമ്പി തന്നു. ഒപ്പം ഒരു കപ്പിൽ ചായയും. അതുകൊണ്ട് ഹാളിലെ സോഫയിൽ വന്നിരുന്നു. ടി വിയുടെ സ്വിച്ച് ഓൺ ചെയ്തു. റിമോട്ടും പാത്രവും കയ്യിൽ പിടിച്ച് സോഫയിൽ 2 കാലും മടക്കി വലത് കാലിലെ മുട്ടുംകാലിലേക്ക് പ്ലേറ്റും വെച്ചിരുന്നു. ടി വിയിൽ ഓരോ ചാനലുകളും മാറ്റി മാറ്റി നോക്കി. ഒരൊറ്റ നല്ല സിനിമ പോലും ഇല്ലല്ലോ, കോപ്പ്. അതും പറഞ്ഞ് സൂര്യ മ്യൂസിക് ചാനൽ വെച്ചു. ബിഗിൽ സിനിമയിലെ നയൻതാരയുടെയും വിജയുടെയും സോങ്ങാണിപ്പോൾ. അതും കേട്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിപ്പ് തുടർന്നു. പെട്ടെന്നാണ് ഡിയർ കാംറേഡിലെ മധുപോലെ സോങ് വന്നത്. കയ്യിലേക്ക് മുറിച്ചെടുത്ത ഇഡലി അങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് ടി വിയിലേക്ക് കണ്ണു നട്ടിരുന്നു. പുറത്തേക്ക് പോയ കിച്ചു കയറി വന്നപ്പോൾ കാണുന്നത് സോഫയിൽ 2 കാലും കയറ്റി വെച്ചിരിക്കുന്ന അച്ചുവിനെയാണ്. ഒരു കഷ്ണം ഇഡലി മുറിച്ച് കയ്യിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. റിമോട്ടിൽ താടിയൂന്നി ടി വിയിലേക്ക് തന്നെ മിഴിയൂന്നിരിക്കുന്നവളെയാണ്. ടി വിയിലേക്ക് ശ്രദ്ധ കൊടുത്തപ്പോൾ കിച്ചുവിന്റെ കിളികൾ പറന്നു. മധുപോലെ പെയ്ത മഴയെ. ആ സോങ്ങിൽ മഴയത്ത് രശ്മികയെ കിസ് ചെയ്യുന്ന വിജയ് ദേവർകൊണ്ട, അതും ലിപ്പിൽ. അച്ചു ആണേൽ അത് കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. കണ്ണുകൾ പോലും ചിമ്മാതെ ടി വിയിലെ ആ സീനിലേക്ക് കണ്ണ് പതിപ്പിച്ചിരിക്കുന്നവളിലാണ് കിച്ചുവിൻ്റെ നോട്ടം. താൻ വന്നതോ ഇവിടെ നിൽക്കുന്നതോ അവൾ അറിഞ്ഞിട്ടില്ല എന്ന് അവന് ബോധ്യമായി. അതുകൊണ്ട് തന്നെ ചുമരിൽ ചാരി അങ്ങോട്ട് ദൃഷ്ടി പതിപ്പിച്ച് നിന്നു. ഒരു റെഡ് ചുരിദാറാണ് വേഷം. മുടിയൊക്കെ അഴിച്ചിട്ട് ആകെ ഭ്രാന്തിയെ പോലെയാണ് കിടക്കുന്നത്. നെറ്റിയിൽ ഒരു കുഞ്ഞി കറുത്ത പൊട്ട് തൊട്ടിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. മാലയിട്ടിട്ടില്ല. വലത് കൈയിൽ ഒരു ചരട് കെട്ടിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. അവൻ്റെ കണ്ണുകൾ അവളെ ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു. കാലിലെ കുലസിൽ നോട്ടമെറിഞ്ഞതും അറിയാതെ അവനൊന്ന് പുഞ്ചിരിച്ചു. ടി വിയിലെ സീൻ കഴിഞ്ഞ് നേരെ നോക്കിയ അച്ചു കാണുന്നത് തന്നെ നോക്കി നിൽക്കുന്ന കിച്ചുവിനെയാണ്. കയ്യിലിരുന്ന ഭക്ഷണം അങ്ങനെ തന്നെ പ്ലേറ്റിൽ വീണു. ആവശ്യമില്ലാതെ നെഞ്ചിങ്ങനെ പടപട എന്ന് ഇടിക്കാൻ തുടങ്ങി. അവൻ നോക്കുന്നത് കണ്ടതും അച്ചു സ്വയം ഒന്ന് നോക്കി, പിന്നെ അവനെയും. എന്തേ? അച്ചു നോക്കുന്നത് കണ്ടതും കിച്ചു പുരികമുയർത്തി ചോദിച്ചു. അപ്പോഴേക്കും ടി വിയിൽ സോങ് മാറി. കടുക് 2025 സോങ് പ്ലേ ആയി. ഒന്നുമില്ല. അതും പറഞ്ഞ് ടി വിയിലേക്ക് നോക്കിയ അച്ചുവിൽ ഒരു വെപ്രാളം കടന്നുകൂടി. പാട്ടും സീനും എല്ലാം കണ്ടതും അച്ചുവിന്റെ ഉള്ളിൽ കൂടി ഒരു തരിപ്പ് കടന്നു. തന്നെ നോക്കുന്നവനെ കൂടെ കണ്ടതും അതുകൂടി. പതിയെ കണ്ണടച്ചു. പിന്നെ പതിയെ തുറന്ന് അവനെ നോക്കി. അവന്റെ നോട്ടം ടി വിയിലേക്കാണ്. ചുണ്ടിൽ ഒരു പുഞ്ചിരിയില്ലേ? അച്ചു അവനെ നോക്കി. ടി വിയിൽ നിന്ന് നോട്ടം മാറ്റിയതും തന്നെ നോക്കുന്ന അച്ചുവിനെ അവൻ നോക്കി. അവളെ നോക്കി ഒരു കള്ളച്ചിരിയും ചിരിച്ചുകൊണ്ട് അവൻ മുറിയിലേക്ക് നടന്നു. നാണം കെട്ടു. പെട്ടെന്ന് തന്നെ റിമോട്ട് എടുത്ത് ചാനൽ മാറ്റി. എങ്ങനെയൊക്കെയോ ഭക്ഷണം കഴിച്ച് അടുക്കളയിലേക്ക് ഓടി. മുറിയിലേക്ക് കയറിയ കിച്ചുവിൽ ഒരു പുഞ്ചിരി തത്തിക്കളിക്കുന്നുണ്ടായിരുന്നു. അവന്റെ മനസ്സിൽ അച്ചുവിനെ കുറിച്ച് ഓർത്തു. ബാംഗ്ലൂരിൽ പോയ നാൾ മുതൽ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും കണ്ണനിൽ നിന്നും കേൾക്കുന്നതാണ് അച്ചു എന്ന പേര്. അഞ്ജുവിനേക്കാൾ കൂടുതൽ അമ്മയുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിട്ടുള്ളത് അച്ചുവാണ്. അമ്മയ്ക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടവുമാണ്. അച്ഛനും അതെ. പെൺമക്കളില്ലാത്ത അമ്മയ്ക്കും അച്ഛനും അവൾ സ്വന്തം മോള് തന്നെയാണ്. കുഞ്ഞുനാൾ മുതൽ കണ്ണന് പെൺകുട്ടികളെ ഇഷ്ടമാണ്. ഒരു അനിയത്തിയെ വേണമെന്ന് അമ്മയോടും അച്ഛനോടും ഇടയ്ക്ക് പറയാറുമുണ്ട്. ലച്ചു അമ്മയുടെ അനിയത്തിയുടെ മകൾ. അവൾ ഞങ്ങൾക്ക് അനിയത്തിയാണ്. പക്ഷേ അവൾക്ക് കണ്ണനേക്കാൾ ഇഷ്ടം എന്നെയാണ്. കണ്ണനും ലച്ചുവും എപ്പോഴും തല്ലാണ്. കുഞ്ഞുനാൾ മുതൽ ലച്ചു അവരുടെ സ്വന്തം ചേട്ടന്മാരെക്കാൾ എന്നോടാണ് അടുപ്പം കാണിച്ചത്. അതിൽ കണ്ണന് നല്ല പരിഭവമുണ്ട്. അങ്ങനെ ഒരു ദിവസം അമ്മയുടെ ബന്ധത്തിൽ ഉള്ളൊരു കല്യാണത്തിന് പോയി വന്നതിന് ശേഷം കണ്ണൻ എന്നോട് വന്ന് പറഞ്ഞു, എനിക്കും കിട്ടിയ ഒരു അനിയത്തിക്കുട്ടിയെ എന്ന്. അച്ചൂട്ടി എന്നാണ് വിളിക്കുക എന്നൊക്കെ. അതേ പേര് തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും സംസാരത്തിൽ നിന്ന് കേട്ടു. ആ കല്യാണത്തിന് പോകാത്തത് കൊണ്ട് ഞാൻ കണ്ടിട്ടുമില്ല. ഒരു ദിവസം കൊണ്ട് ഇവരെ മയക്കിയെടുത്ത ആ കൊച്ചിനെ കാണാൻ ആഗ്രഹം തോന്നി. കണ്ണൻ്റെ ഫോണിൽ ഫോട്ടോ കണ്ടിരുന്നു. ചുവന്ന പട്ടുപാവാടയൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു കൊച്ച്. അത്യാവശ്യം ഭംഗിയൊക്കെയുണ്ട്. എന്നാൽ അത്രയ്ക്കില്ല താനും. അല്പം വണ്ണമുണ്ട്. അത് അവൾക്കൊരു ഭംഗിയായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ഓരോന്നും ആ കൊച്ചിനെ പറ്റിയായിരുന്നു വീട്ടിൽ സംസാരം. ഇടയ്ക്ക് അമ്മ ഫോൺ വിളിക്കുന്നത് കേൾക്കാറുണ്ട്. കണ്ണൻ ഫോൺ വാങ്ങി സംസാരിക്കാറുണ്ട്. ചില പ്രശ്നങ്ങളിൽ പിന്നെ അങ്ങോട്ട് വിളിക്കാൻ പറ്റാതെയായി അമ്മയ്ക്ക്. പിന്നീട് ഞാൻ പഠിക്കാൻ കർണാടകയിലേക്കും അച്ഛനും അമ്മയും കണ്ണനും ഇങ്ങോട്ടും താമസം മാറി. പിന്നീടുള്ള ഓരോ ദിവസവും 3 പേരുടെയും വായിൽ നിന്നും കേൾക്കുന്നത് അച്ചു, അച്ചൂട്ടി, അച്ചുമോൾ എന്ന പേരായിരുന്നു. ദിവസവും അവർക്ക് പറയാനുള്ളത് അവളെപ്പറ്റി. 24 മണിക്കൂറും ഇവിടെ തന്നെ ഉണ്ടാകും.
ചില ദിവസങ്ങളിൽ ഉറക്കവും ഇവിടെ തന്നെ. കണ്ണന് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് തിരികെ അങ്ങനെ തന്നെയാണ്. അത് ഇവിടെ വന്ന ഈ ആഴ്ച കൊണ്ട് തന്നെ മനസ്സിലായതുമാണ്. തന്നോടുള്ള അവളുടെ മനോഭാവം എന്താണ് അറിയില്ല. പക്ഷേ കണ്ണനെ പോലെ അല്ല തന്നെ അവൾ കാണുന്നത് എന്ന് ഉറപ്പാണ്. ഞാൻ വന്ന ദിവസം എൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കുന്നവളുടെ അതരത്തിലെ പുഞ്ചിരി, കണ്ണുകളിലെ തിളക്കം, എന്നെ കണ്ടപ്പോൾ പിടഞ്ഞുപോയ കണ്ണുകൾ, കണ്ണനോട് തല്ലുകൂടുകയും അവനോട് സംസാരിക്കുന്നത് പോലെയും തന്നോടില്ല. പുറത്ത് കറങ്ങാൻ പോയപ്പോൾ അറിഞ്ഞതാണ് അജിത്തും കണ്ണനും അവൾക്ക് ഒരുപോലെയാണെന്ന്. താൻ അങ്ങനെയല്ലെന്നും. സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കാൻ നേരം അവളിലുണ്ടായ വിറയൽ, വെപ്രാളം, അത് താൻ ശരിക്കും അറിഞ്ഞതാണ്. സ്റ്റീരിയോയിൽ ഓരോ സോങ്ങും മാറി മാറി വരുമ്പോഴുള്ള അവിടെ തന്നിലേക്കുള്ള നോട്ടവും കണ്ടതാണ്. കണ്ണനും മഞ്ജുവും ലച്ചുവും അജിത്തും ഒരുമിച്ച് നടന്നപ്പോൾ തന്നോടൊപ്പം നടന്നവളിലെ മാറ്റം, തന്നോടൊപ്പം നടക്കാൻ കാണിച്ച ഇഷ്ടം, എല്ലാം താനും കണ്ടതാണ്. എന്തേലും ചോദിക്കുമ്പോൾ വിക്കിക്കൊണ്ടുള്ള ഉത്തരവും, കണ്ണനോ അജിത്തോ ചോദിക്കുമ്പോൾ തർക്കുത്തരം പോലെ മറുപടി പറയുന്നവൾ എന്നോട് വിക്കിക്കൊണ്ടാണ് പറയുന്നത്. തിരികെയുള്ള യാത്രയിൽ കണ്ണനും ലച്ചുവും മുന്നിൽ കയറിയപ്പോൾ പുറകിൽ തനിക്ക് തൊട്ടടുത്ത് തന്നോട് ചേർന്നിരുന്നപ്പോൾ അവളിലുണ്ടായ വിറയൽ താനും അറിഞ്ഞതാണ്. അറിയാതെ അവളുടെ ദേഹത്തേക്ക് ചേർന്നപ്പോൾ ചെന്നിയിൽ കൂടി ഒഴുകിയിറങ്ങിയ വിയർപ്പും വിറയലും ഞാൻ അറിഞ്ഞതാണ്. അവളുടെ ഒപ്പം നടന്നപ്പോൾ, ബസ്സിൽ കയറിയപ്പോൾ, അവൾക്കടുത്തിരുന്നപ്പോൾ അവളുടെ കണ്ണുകളിലുണ്ടായ തിളക്കം ഞാൻ കണ്ടതാണ്. മുഖത്തെ സന്തോഷം കണ്ടതാണ്. എൻ്റെ ഒപ്പം ബൈക്കിൽ കയറിയപ്പോൾ അവളുടെ മുഖത്തെ തിളക്കം, ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് തിരികെ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ സന്തോഷം, തനിക്കൊപ്പം നടക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ അവളുടെ ഉള്ളിൽ വിടരുന്ന സന്തോഷം താനും അറിഞ്ഞതാണ്. അതും പോരാത്തതിന് ഇന്ന് തന്നെ കണ്ടപ്പോൾ വെപ്രാളപ്പെടുന്ന കണ്ണുകളും മുഖവും. ഇന്നലെ ഇതേപ്പറ്റി ആലോചിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് കണ്ണൻ എന്താടാ പറ്റിയെന്ന് ചോദിക്കുന്നത്. അവനോട് ഞാനൊന്ന് മറച്ചു വയ്ക്കാറില്ല. അതുകൊണ്ട് തന്നെ മനസ്സിലുള്ളത് പറഞ്ഞു. എന്നോടോ അജിത്തിനോടോ ഉള്ള ഒരു അടുപ്പമല്ല അവൾക്ക് നിന്നോട്. കണ്ണൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവനെ നോക്കി. കണ്ണൻ്റെ അടുത്ത വാക്കുകൾ കൊണ്ടത് എൻ്റെ ഹൃദയത്തിലായിരുന്നു. അവൾക്ക് നിന്നോട് പ്രണയാണടാ. പക്ഷേ കൊച്ചിനത് മനസ്സിലായിട്ടില്ല എന്ന് മാത്രം. അതാണ് നിന്നെ കാണുമ്പോൾ അവളുടെ മുഖത്ത് ഇത്രയ്ക്ക് വെപ്രാളം, പിന്നെ പിടപ്പ്. അതെല്ലാം അവൾക്ക് തോന്നുന്നത്. അവളുടെ ഉള്ളിൽ ഞങ്ങളോടുള്ള അടുപ്പമല്ല നിന്നോട്. നിൻ്റെ ഒപ്പം ഇരിക്കാൻ, നിൻ്റെ ഒപ്പം നടക്കാൻ, നിൻ്റെ ഒപ്പം യാത്ര ചെയ്യാൻ അവൾ ആഗ്രഹിക്കുന്നു. കാരണം അവളുടെ ഉള്ളിൽ നീ അവൾക്ക് അവളുടെ പ്രണയമാണ്. അത് മനസ്സിലാക്കാൻ അവൾക്ക് കഴിയുന്നില്ലെന്ന് മാത്രം. കണ്ണൻ്റെ വാക്കുകൾ സത്യമാണോ നുണയാണോ എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷേ കണ്ണനോടോ അജിത്തിനോടോ ഉള്ള അടുപ്പമല്ല അവളുടെ ഉള്ളിൽ തനിക്കെന്നുറപ്പാണ്. അവൾക്ക് തന്നോട് പ്രണയമാണ്. അത് അവൾ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ആരാണ് തനിക്ക് അവൾ? കിച്ചു തന്നോട് തന്നെ ചോദിച്ചു നോക്കി. മനസ്സൊന്ന് പിടഞ്ഞുവോ? കണ്ണുകൾ അടച്ച് ബെഡിലേക്ക് കിടന്നു. ആ തെണ്ടി കണ്ണനെ എൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ, ഓരോ സംശയം കൊണ്ട് വന്നോളും. എൻ്റെ സമാധാനം പോയല്ലോ മഹാദേവ. അതും പറഞ്ഞ് തലാണിയിലേക്ക് മുഖം അമർത്തി കിടന്നു അവൻ.